ഞാൻ ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു 2 റിങ് കമ്പോസ്റ്റ് കിട്ടിയിട്ട് ഉണ്ടായതാ. അതിനകത്ത് നമ്മൾ അടുക്കള വേസ്റ്റ് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അതൊന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ എന്തെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടില്ല വെച്ചാൽ ചാണകം കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ചാണകം കണ്ട ചാണകം കലക്കിയിട്ട് ഇവിടെ വെച്ചിട്ടില്ല. ഈ പാത്രത്തിൽ ചാണകം കലക്കി വെച്ചിട്ടില്ല. ഇത് ചാണകം കലക്കി വെച്ചതാണ്. പിന്നെ ഇത് അടുക്കള വേസ്റ്റ് ഉണ്ട് ഇവിടെ കുറച്ച്. ഇത് സീമക്കൊന്ന, ഇത് പച്ചക്കറി പിന്നെ ഇത് സീമക്കൊന്ന, പിന്നെ ഇത് കരിയില കണ്ട. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കയറട്ടെ. ഇതിപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഞാനിപ്പോൾ എന്നാ എടുക്കാൻ പോകുന്നു വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു പിന്നെ ചാണകം കലക്കി വയ്ക്കുക. ഇതിനകത്ത് അടിയിൽ അതൊന്നും ഓട്ടയില്ല, ഒന്നും ഇല്ല ഓട്ട പോട്ടെ. ഇതിപ്പോൾ ഈ പച്ച ചാണകം കലക്കിയതായത് ഇത് കണ്ടില്ലേ. ഇത് ഞാൻ ഇതിൽ ഒഴിക്കട്ടെ. ഇതിൽ ഒഴിക്കട്ടെ. ഇതിൽ കാണിച്ചു തരാം. ഇതിൽ ഒഴിച്ചിട്ട് ഇത് നല്ല നല്ല കുറുങ്ങനെ കലക്കിയിട്ട് ഒഴിക്കണം. കണ്ടില്ലേ, അധികം വെള്ളം പുറത്ത് പോകാൻ പാടില്ല. അതിന് കുറച്ച് കുറുങ്ങനെ ഒഴിക്കണ്ടേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒഴിക്കണം. ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇതേപോലെ ഇതിൽ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പീലെന്ന് ഇണ്ട് വെച്ചാൽ ഇതെല്ലാം ഒരുപോലെ നിരപ്പാക്കുക. ഇതേപോലെ നിരപ്പാക്കിയിട്ട് എന്താ വേണ്ടി വെച്ചാൽ ഇനിയിപ്പോൾ അതിലിട്ടു. ഇനിയിപ്പോൾ ഈ കരിയില വാരിയിട്ട് ഇതിലിടാം. കാണിച്ചു തരാം. എന്താ ഈ കരിയില ഇതിൽ രണ്ടാമത്തെ ലെയറിൽ ഇടുക. എന്താ ഇതേപോലെ ഇടുക. കരിയില കണ്ടില്ലേ. ഇതിനിപ്പോൾ ഒരു ചാക്കിൽ കരിയില ഇട്ട് കൊടുത്തു. ഇനിയിപ്പം ഈ ഒരുപോലെ നെറ്റി ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇത് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ചോറുണ്ടായിരുന്നു അതും ഇത് ഇട്ടേക്കാം. ഇത് കുറഞ്ഞുകൊണ്ട് കരിയിലില്ലതുകൊണ്ട് ഇതിടാം, ഇല്ലെങ്കിൽ ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കരിയിലില്ലോണ്ടാണ് കുറച്ച് ഇത് ഒഴിക്കാൻ കാരണം. ചോറാദ്യം ഇടുന്നു പറഞ്ഞു. ഇത് കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കരിയിലിട്ടിട്ടുണ്ട്. നല്ലോണം കരിയിലിട്ടിട്ടുണ്ട്. അടിയിലെത്തൂല. അടിയിൽ ചാണകവും ഇട്ടു. ഉണ്ടല്ലേ, ഇങ്ങനെ വാരിയിട്ടു. ഇതുപോലെ ഇതിലിട്ടു. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അതായത് ഇപ്പം ഇതിൻ്റെ മേലെ ഇതിടാം. ഈ ചപ്പ് പൊടിച്ച് ഇതിലെടുത്തേ. സീമക്കൊന്നേൻ്റെ ഇലയാന്നിട്ടേ. ഇത് കുറച്ചിട്ട് ഇപ്പം നമുക്ക് വേഗം ഇനിയിപ്പം കുറച്ച് കാടെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അടുക്കള കളകളെല്ലാം പറിച്ച് കളിയുണ്ടാവും. അതെല്ലാം നാളെ ഇട്ട് നടക്കാം. ഇനിയിപ്പം അത് പറിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത് മാത്രം ഇട്ടത്. കുറേ കരിയിൽ ഇട്ടു. ഇനിയിപ്പോൾ ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ ഇനിയിപ്പം ഇത് ഇട്ടിട്ടാകുമ്പോൾ അടുക്കള വേസ്റ്റ് കൊണ്ടിടുമ്പോൾ ഇതേപോലെ ഒരു ലെയർ ഇതിടുക. പിന്നെ കരിയിലിടുക. ഇതേപോലെ പച്ചക്കാട് പറിച്ചിട്ട് അതും ഇടുക. നമുക്ക് പച്ചക്കറി ഇല്ലാത്തെല്ലാം ഉണ്ട്. കുറേ കാടെല്ലാം അരിഞ്ഞിട്ട് എടുക്കാനുണ്ട്. അതെല്ലാം അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്കൂടെ ഒരു ട്രിപ്പും കൂടി ഇടാൻ കഴിയും. എന്നിട്ട് പിന്നെ ഇവിടെ അടുക്കള വേസ്റ്റ് ഇടാൻ പാടും. ഒരു ഇല ഇതിപ്പോൾ എന്തെല്ലാം ഇട്ട് വെച്ചാൽ അടിയിൽ ചാണകം കലക്കി വെച്ചു. അതിൻ്റെ മേലെ കരിയിലിട്ടു. അതിൻ്റെ മേലെ കുറച്ച് അടുക്കള ചോറ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതും ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഈ സീമക്കൊന്നേരെ ചപ്പ് ഇട്ടു.
അല്ല ഇതിപ്പം നിരത്തിയിട്ടു, ഒരുപോലെ നിരത്തി. ഇനിയിപ്പം ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുക്കാം. അതിലുണ്ട് കുറച്ച് വെള്ളം, കുടിച്ച വെള്ളം, കഞ്ഞീൻ്റെ വെള്ളം, അതും കൂടി വെച്ച് കൊടുക്കട്ടെ. കളയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വയ്ക്കാമെന്ന് പറയുന്നത്. ഇതെടുത്തിട്ട് വയ്ക്കാം, ഇത് വെച്ച് കൊടുക്കാം. കരിയിലില്ലത് കൊണ്ട് വെള്ളം കുറഞ്ഞ സാരമില്ല. ഇപ്പം വേനൽക്കാലം അല്ലേ, വർഷത്തിലല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് ഇടാന്ന് കണക്കാക്കിയത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ട്രിപ്പ് നാളെ മറ്റന്നാളെ കുറച്ച് പിന്നെ കരിയിൽ ആദ്യം വാരിയിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ. ഇതെങ്ങനെയാണ് നറുക്കലൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ നറുക്കാമെന്ന് വിചാരിച്ചു. വേസ്റ്റ് കളയേണ്ടതല്ലല്ലോ. ഇനി കുറച്ച് കടലാസെല്ലാം ഉണ്ട്, അതെല്ലാം പറിച്ചിട്ടായി തന്നെ ഇടാം. ഇതിലെന്തെല്ലാം ഇനി ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടിടാം. നമുക്ക് എല്ലാ കാര്യവും ഒരു കൊണ്ടിടുക. എന്നിട്ട് ഇതിൻ്റെ മൂടി ഇട്ടിട്ട് അവിടെ അടച്ചു വെക്കാം. ഇതിൻ്റെ മൂടി എടുക്കട്ടെ. ഇതിപ്പോൾ കണ്ടില്ല, ഇത് ഇപ്പം മൂടി ഇതേപോലെ മൂടി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. എന്താ ഇതേപോലെ മൂടി അടിയിട്ട് കൊടുത്താൽ പിന്നെ കൊതുകൊന്നും കയറില്ല. ഇനിയിപ്പം കൊതുക് കയറുന്നതായിട്ട് ഇനി ഇതിൻ്റെ മേലെ നറുക്കണം. ആദ്യം കരിയിൽ എല്ലാം ഇട്ടിട്ട് നറുക്കും. ഇപ്പോഴത്തെ കണ്ടീഷനായി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റ് ഞാൻ ഇതുവരെയൊക്കെ തെങ്ങിനും കങ്ങിൻ്റെ എല്ലാം കൊണ്ട് ഒഴിക്കലാണ്. അത് കൊണ്ട് ഒഴിക്കേണ്ട പണിയില്ല. ഇതിപ്പം വളമായിട്ട് തന്നെ കിട്ടുമല്ലോ. വളം കിട്ടിക്കഴിഞ്ഞാൽ ആ വളം നമുക്ക് തെങ്ങിനും കങ്ങിനും എല്ലാം ഇടാം. അതുകൊണ്ട് ഇത് നല്ലൊരു വളമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ കമ്പോസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ കമ്പോസ്റ്റ് അതുപോലെ ഞാൻ ഇടുകയും ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്തതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീഡിയോ എത്താൻ കഴിഞ്ഞത്. തരും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടാണ്ട് ചെയ്യില്ല. എനിക്ക് നിങ്ങളുടെ സഹകരണം എപ്പോഴും വേണം. നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും പിന്നെ വീഡിയോ കൃത്യമായിട്ട് കാണുകയും എല്ലാം ചെയ്തു തരണം. എനിക്കിപ്പം വ്യൂസ് എല്ലാം കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായം എനിക്ക് നിരുത്സാഹപ്പെടുത്തരുത് തന്നെ. അതുകൊണ്ട് ഞാനിപ്പം ഇന്നിപ്പം ഇത് നിങ്ങളെ കാണിക്കാമെന്ന് ഞാനിത് ഇന്നപോലെ ചെയ്യുന്നത്. നമുക്ക് കമ്പോസ്റ്റ് വളമാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രമ്മുണ്ട്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് നിറഞ്ഞിട്ടാകുമ്പോൾ അപ്പുറത്തേലും ഇടും. അത് നിങ്ങളെ കാണിക്കാം. അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. എൻ്റെ ലൈവിലേക്കും എല്ലാവരും വരണം. 9 മണിക്ക് രാത്രി 9 മണിക്ക് ലൈവുണ്ട്. ആ ലൈവിലേക്കും എല്ലാവരും വരണം. അതുകൊണ്ട് എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി എന്നെ സഹായിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നാളെ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.